പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 4 തിരുവചനം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ മുഖമാണ് ഈ വിശുദ്ധവാര ദിനങ്ങളിൽ നമ്മളും കാണേണ്ടത്. വിശ്രമവേളകളിലും കർത്താവ് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്ന തിരുവചനം നമ്മളോട് വിളിച്ചു പറയുമ്പോൾ നമ്മുടെയും അധ്വാനങ്ങളെ, വേദനകളെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. ഇന്നിതാ ക്രൂശിതനായ ഈശോ നമ്മുടെയും വേദനകളെ ഏറ്റെടുക്കുവാനായിട്ട് ഈ ദിവ്യകൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്നു. അവിടുന്ന് നമ്മളോട് പറയുന്നു, നീ അറിയാതെ ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി ഇന്നും കർത്താവ് ആ കുരിശിൽ അധ്വാനിക്കുന്നു എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കും ഈശോയുടെ അധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കാം. അവിടുത്തെ തിരുരക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിലയെന്ന് തിരിച്ചറിയാം. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെയും വേദനകളെ, നമ്മുടെ വിഷമങ്ങളെ, പ്രതിസന്ധികളെ ചേർത്ത് വയ്ക്കാം. കർത്താവ് നമ്മളോട് ഇപ്പോഴും പറയുന്നു, നിന്റെ വേദനകളെ നീ എനിക്ക് കൈമാറുക, ഞാൻ അത് കൃപകളാക്കി നിനക്ക് തിരിച്ചു തരാം. ഈശോയുടെ തിരുമുമ്പിൽ നമ്മളാകുന്ന ജീവിതത്തെ പൂർണ്ണമായിട്ടും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.